നമസ്കാരം. സുപ്രീം കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആദ്യം നടത്തിയ നിർണായക ഇടപെടലുകളിലൊന്ന് മുൻ ചീഫ് ജസ്റ്റിസിനെ തിരുത്തുകയായിരുന്നു. ക്ഷേത്രം പൊളിച്ചു നിർമ്മിച്ചതാണോ രാജ്യമെങ്ങുമുള്ള പള്ളികൾ എന്നറിയാനുള്ള സർവേകൾ വിലക്കി. ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്ന കേസുകൾ കീഴ്ക്കോടതികൾ കേൾക്കുന്നതും തടഞ്ഞു. ഇനി 5 മാസം മാത്രം കാലാവധിയുള്ള സഞ്ജീവ് ഖന്നയ്ക്ക് ഇത് സംബന്ധിച്ച കേസിൽ വാദം കേട്ട് വിധി പറയാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ ഇപ്പോൾ നടത്തിയ ഇടപെടൽ തന്നെ ചരിത്രമാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭരണഘടനാ അസംബ്ലിയും മുതിർന്ന നേതാക്കളും എടുത്ത ആ തീരുമാനം ഏറ്റവും ശക്തിയോടെ ആവർത്തിച്ചയാൾ എന്ന പെരുമ സഞ്ജീവ് ഖന്നയ്ക്ക് എക്കാലവും ഉണ്ടാകും. ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു വാചകമാണ് രാജ്യമെങ്ങുമുള്ള പള്ളികളുടെ അടിത്തറ മാന്തുന്നതിലേക്ക് എത്തിയത്. 1947 ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന നിയമം സർവേകൾ നടത്തുന്നത് തടയുന്നില്ല എന്നായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പരാമർശം. ഒരു മന്ദിരം മുമ്പ് എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്നതിന് തടസ്സമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞതോടെ രാജ്യത്തെ കീഴ്ക്കോടതികളിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ഹർജികളാണ്. പല കോടതികളും ഹർജി കിട്ടിയ വഴി തന്നെ സർവേ നടത്താനും ഉത്തരവിട്ടു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നിസ്സഹായരായി കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും കഴിഞ്ഞില്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സർവേ രാജിന് തടയിട്ട ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. പള്ളിക്കുള്ളിൽ ജയ് ശ്രീറാം വിളിച്ചാൽ വിശ്വാസം വ്രണപ്പെടില്ലെന്ന് വിധിച്ച കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എം നാഗപ്രസന്ന. ഈ രാജ്യം ഭൂരിപക്ഷ മതത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭരിക്കപ്പെടും എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ പ്രസംഗിച്ച അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്. ഇവർക്ക് 2 പേർക്കും ഊർജം പകർന്നത് പ്രധാനമന്ത്രിയെ വീട്ടിൽ വിളിച്ച് ഗണേശ പൂജയ്ക്ക് ആരതി ഒഴിയിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ആ ചന്ദ്രചൂഡിന്റെ ഒറ്റ പരാമർശം കൊണ്ട് രാജ്യമെങ്ങും ഫയൽ ചെയ്യപ്പെട്ടത് 100-ലേറെ കേസുകളാണ്. അത്യാവശ്യം പഴക്കമുള്ള മുഴുവൻ പള്ളികളുടെയും അടിത്തറയിലാക്കി ക്ഷേത്രമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന ആവശ്യമുയർന്നു. പല വിചാരണാ കോടതികളും ഹർജി കിട്ടിയ വഴി സർവേക്ക് ഉത്തരവുമിറക്കി. ഹൈക്കോടതികൾ അത്തരം തീരുമാനങ്ങൾ ശരിവച്ചു. ബാബറി മസ്ജിദ് ഇരുന്ന ഭൂമി രാമജന്മഭൂമിക്കായി സുപ്രീം കോടതി തന്നെ തീരെഴുതി കൊടുത്ത വിധിയിലെ വാചകങ്ങളായിരുന്നു കീഴ്ക്കോടതികൾ ഉദ്ധരിച്ചത്. ആ വിധിയിലെയും നിർണായക കയ്യൊപ്പ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റേതായിരുന്നു. സർവേ ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്ത 2 ഡസനോളം പള്ളികളുണ്ട് രാജ്യത്ത്. 10 ഡസനോളം പള്ളികളെ കുറിച്ചുള്ള കേസുകൾ വിവിധ വിചാരണാ കോടതികളിൽ നിൽക്കുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ കേസുകളിലെല്ലാം ഒരേ ആവശ്യമാണ്: ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു, അതിനാൽ പള്ളി പൊളിച്ച് വീണ്ടും ഹൈന്ദവ ആരാധനയ്ക്ക് അവസരമുണ്ടാക്കണം. അജ്മീറിലെ 2.5 ദിവസപ്പള്ളി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മന്ദിരങ്ങളിൽ ഒന്നാണ്. 850 വർഷം മുമ്പ് ഖുത്ബുദ്ദീൻ ഐബക് നിർദ്ദേശിച്ച് 2.5 ദിവസം കൊണ്ട് പണിത പള്ളി ചരിത്രത്തിലെ അനേകം കപ്പലോട്ടങ്ങളെ അതിജീവിച്ചതാണ്. 660 ഇവിടെ ഒരു ജൈന ആരാധനാലയം ഉണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചാണ് പള്ളി പണിതതെന്നുമാണ് ഹർജി. ജൈന ആരാധനാലയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവിടെ എന്താണ് ഹിന്ദു ആരാധനയ്ക്ക് പ്രസക്തി എന്ന് ചോദിക്കാൻ കെൽപ്പുണ്ടായിരുന്ന കോടതികളാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ കാലത്ത് നിശബ്ദമാക്കപ്പെട്ടത്. ഇതിനു പുറമെ അജ്മീറിലെ പ്രശസ്തമായ ദർഗ, സംഭാലിലെ ഷാഹി ജമാ മസ്ജിദ്, ലക്നൌവിലെ തീലേവാലി മസ്ജിദ്, ബദൌനിലെ ഷംസി ജമാ മസ്ജിദ്, ജോൺപൂരിലെ അഡല മസ്ജിദ് ഇവയെല്ലാം ഉണ്ട് അവകാശ തർക്കത്തിൽ. കാശിയിലെ ഗ്യാൻവാപ്പിയും മഥുരയിലെ ഈദ്ഗാഹും ഥറിലെ കമൽ മൗല മസ്ജിദുമെല്ലാം നേരത്തെ തന്നെ വിവാദത്തിലുണ്ട്. സംഭാൽ ടൗൺ ജമാ മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയത് നവംബർ 19-നാണ്. ഇതിന് പിന്നാലെ നിരവധി ദർഗകളിൽ സർവേക്കുള്ള അപേക്ഷകൾ കോടതികളിൽ എത്തി. അജ്മീർ ദർഗയിലൊക്കെ വന്ന കേസുകൾ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതൊരു സങ്കടമോചന ക്ഷേത്രമായിരുന്നെന്നാണ് വാദം. എല്ലാ മതസ്ഥരും പ്രാർത്ഥനയ്ക്കെത്തുന്ന ദർഗയാണ് അജ്മീറിലേത്. പ്രധാനമന്ത്രി പോലും എത്താറുള്ള ദർഗയാണ്. അതുപോലെ 800 വർഷം പഴക്കമുള്ള ഷംസി ജമാ മസ്ജിദും വിവാദത്തിലായി. ഹിന്ദു മഹാസഭയിലെ മുകേഷ് പട്ടേൽ കൊടുത്ത ആ ഹർജി പരിഗണിക്കുന്നത് അതിവേഗ കോടതിയാണ്. പള്ളി പണ്ട് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം ആയിരുന്നെന്നാണ് ഹർജിയിലെ വാദം. ഖുവാത്തുൽ ഇസ്ലാം പള്ളിക്കും അഥായി ദിൻഖ ചോൻപ്രയ്ക്കും ശേഷം ഉത്തരേന്ത്യയിൽ പൗരാണികതയിൽ 3ാമതുള്ള പള്ളിയാണ് ഷംസി ജമാ മസ്ജിദ്.
ഇതിനെല്ലാത്തിനും പുറമെയാണ് ഡൽഹി ജുമാ മസ്ജിദിൽ ഉന്നയിക്കുന്ന അവകാശവാദം. ഡൽഹി ജുമാ മസ്ജിദ് വിഷ്ണു ക്ഷേത്രമായിരുന്നെന്നാണ് വാദം. ജില്ലാ കോടതികളും സെഷൻസ് കോടതികളുമെല്ലാം ഇത്തരം ഹർജികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഒരു മന്ദിരം എന്തായിരുന്നോ അതിന്റെ ഘടന മാറ്റരുത് എന്ന നിയമം തന്നെയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒരു പരാമർശം കൊണ്ട് അസാധുവാക്കിയത്. സാധാരണഗതിയിൽ പരിഗണിക്കാൻ കഴിയാതിരുന്ന ഹർജികളാണ് അതോടെ കൂട്ടത്തോടെ തുറക്കപ്പെട്ടത്. പുതിയ ചീഫ് ജസ്റ്റിസ് സർവേകൾ വിലക്കുക മാത്രമല്ല ചെയ്തത്, ആരാധനാലയങ്ങളിൽ അവകാശമുന്നയിക്കുന്ന നിലവിലുള്ള ഒരു ഹർജികളിലും ഉത്തരവിടേണ്ടതില്ല എന്നും നിർദ്ദേശിച്ചു. 8 വർഷത്തിനിടെ 600 വിധികൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിൽ എഴുതി. 1200 ബെഞ്ചുകളുടെ ഭാഗമായി വിധികളിൽ 2 ഡസൻ മാത്രമാണ് പ്രത്യക്ഷത്തിൽ വിവാദത്തിലായത്. എന്നാൽ അവസാന കാലത്തെ തുറന്ന ഇടപെടലുകളിലൂടെ CBIയും EDയും മാത്രമല്ല കോടതിയും കൂട്ടിലടച്ച തത്തയാണെന്ന ചീത്തപ്പേര് കേൾപ്പിച്ചു. അതിലൊക്കെ ഗുരുതരമാണ് മതസ്പർദ്ധ വളർത്തുന്ന വിധികൾ എഴുതി എന്ന ആരോപണം. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നടത്തുന്ന തിരുത്തുകൾ അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതുമാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.